ഹലോ, ഹായ്. അപ്പോൾ ഇതാ ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. എങ്ങടാ പോകണമെന്ന് അറിയണ്ടേ? തിരുവനന്തപുരം ശംഖുമുഖത്തോട്ടാണ് പോണത്. അവിടെ ബീച്ചുണ്ട്, പിന്നെ അത്യാവശ്യം കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്, കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പോണ വഴിക്ക് എയർപോർട്ടിൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ അത് അവിടെ നിന്ന് ഒരു പ്ലെയിന് വരുന്നുണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ ഇക്ക അതിങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇതേ വഴി പോകുമ്പോൾ കാണാറുണ്ട്, പക്ഷേ ഇത് ഇത്തിരി കുറച്ച് ഹൈറ്റിലാണ്, അടുത്ത് കാണാറുണ്ട്. അപ്പോൾ അതങ്ങനെ ശംഖുമുഖത്ത് എത്തി. അപ്പോൾ നോക്കുമ്പോൾ നിറയെ ആൾക്കാരാണ് കേട്ടോ. ഈ സമയമാകുമ്പോൾ അവിടെ നിറച്ച് ആൾക്കാർ ഉണ്ടാവും, കപ്പിൾസായിട്ടും. അതുപോലെ ഞങ്ങൾ പോയ സമയത്ത് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതെന്താ സൗണ്ട് എന്നറിയോ? സ്കൂൾ കുട്ടികളെ കൊടുക്കുന്നുണ്ടായിരുന്നു ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ പീപ്പി വാങ്ങിയിട്ട് എല്ലാവരുടെ കയ്യിലും ഓരോ പീപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ള സൗണ്ടാണ് കേട്ടോ. അവർ ഭയങ്കര സൗണ്ടായിരുന്നു അത്. സായി ആണെങ്കിൽ അവന് വെള്ളത്തിലിറങ്ങി കളിക്കണം എന്നുണ്ട്, പക്ഷെ അവൻ്റെ ഡ്രസ്സും ഷൂവും നനയണ്ടെന്നുണ്ട്. അവൻ അങ്ങനെ നിൽക്കണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം നിർത്തി. ഞാൻ വെള്ളത്തിലിറങ്ങിട്ടോ. ബീച്ച് കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് നനയും, വെറുതെ കാലെങ്കിലും നനയ്ക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. നല്ല തീരമുള്ള സമയമായിരുന്നു കേട്ടോ, വൈകുന്നേരം ആയപ്പോൾ. കുറച്ച് നേരം നിന്നു. അപ്പോൾ അത് അവർ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയറി പോവാണ്. അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസുകളുണ്ട് കേട്ടോ. സ്വീറ്റ് കോൺ, അതുപോലെ പാനിപൂരി, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. പിന്നെ അതൊരു കുട്ടി ബബിൾസ് വിട്ട് കളിക്കുന്നുണ്ടോ, അതൊക്കെ അവർ കച്ചവടം ചെയ്യുന്ന കുട്ടികളാണ്. കുറേ പയ്യന്മാരുണ്ട്, ചെറിയ പയ്യന്മാരാണ് കച്ചവടം ചെയ്യാനൊക്കെ വരുന്നത്. അങ്ങനെ നല്ലൊരു വൈബായിരുന്നു വൈകിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ശംഖുമുഖത്ത് നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴിയും തിരിച്ചു പോണ വഴിയും വേറെ ആയിരുന്നു. അപ്പോൾ ഈ തിരിച്ചു പോണ സമയത്ത് റോഡിൽ കൂടെ ഇങ്ങനെ നിറയെ ലൈറ്റുകൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചത് കണ്ടോ. അപ്പോൾ ആ വഴി പോയി നോക്കിയപ്പോൾ അവിടെ ഒരു പള്ളി, വെട്ടുകാട് പള്ളി എന്ന് പറയും. അവിടെ ഈ പള്ളി ഫേമസ് ആണെന്ന് തോന്നുന്നു. നല്ല വലിയ പള്ളിയാണ് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പള്ളിയാണെന്ന് തോന്നുന്നു. നല്ല വലിയ പള്ളിയായിരുന്നു. നല്ല ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് എത്ര ദിവസത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു ഇത്. അവിടെ ക്രിസ്ത്യാനികളുടെ എന്തോ ഒരു വിശേഷപ്പെട്ട ദിവസമാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ പ്രാർത്ഥനകൾ അവരെ അകത്തുനിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ആ പുറത്ത് ഈ വണ്ടികൾ പോണ റോഡിലാണ് ഈ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പള്ളിയുടെ അടുത്തൊന്നും പോയി റോഡ് സൈഡിൽ നല്ല ലൈറ്റുകൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പോയപ്പോൾ ഇതുപോലെ കുറേ സ്റ്റാളുകളുണ്ട് ഫുഡിൻ്റെ തന്നെ. അപ്പോൾ അവിടെ പോയിട്ട് വല്ലതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ മറ്റിടത്തെ പോലെയല്ല, എന്താ പറയുക, സ്വീറ്റ്സുകളുണ്ട്, പിന്നെ ഈ മുട്ടായിയപ്പം എന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ട്. പിന്നെ അതാ ഒരു ഏട്ടൻ ഇവിടെ നിന്നിട്ട് കുലുക്കി സർബത്ത് ഉണ്ടാക്കണം. അപ്പോൾ അതങ്ങനെ അടിക്കണിങ്ങനെ കാണാൻ നല്ല ഒരിത്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആളാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി ഒരു ഉഷാറായിട്ട് അടിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ നിന്ന് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഒരു കുലുക്കി സർബത്ത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കുലുക്കി സർബത്ത് അടിക്കണം കാണുന്നത്.
ടി വിയിലും അതുപോലെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ തന്തൂരി വാങ്ങി. അതെല്ലാവരും ഓരോ പ്ലേറ്റ് വാങ്ങി. അപ്പോൾ അതങ്ങനെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ. ഓരോ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് വന്നിമാരുണ്ട് ഓരോരുത്തർ വന്നിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ചായ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നപ്പോൾ ഇവിടെ നിൽക്കുന്തോറും ആൾക്കാരിങ്ങനെ കൂടി വരികയാണ്. ഒരുപാട് ആൾക്കാർ, ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ചക്കാർ വരുന്നുണ്ട്. നമ്മൾ മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ഒരുപാട് ആൾക്കാർ. അത് കഴിഞ്ഞ് ബീച്ചിൻ്റെ അവിടെ പോയേക്കിയപ്പോൾ അവിടെ ഒരാൾ ഞണ്ടിനെ പിടിച്ചിട്ട് അതിനെ ശരിയാക്കുകയാണ് കേട്ടോ. ശരിയാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് അതിൻ്റെ കൈയും കാലൊക്കെ എടുത്ത് വേറെടുത്തിട്ട് പിന്നെ ഒരു കുഴി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് അതിടുന്നത്. കാരണം അതിലൂടെ നടക്കുന്ന ആൾക്കാരുടെ കയ്യിലും കാലിലും തട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു ഒരു കുഴി എടുത്ത് അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ ഈ പള്ളി. ബാക്കിലായിട്ടാണ് ബീച്ച് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബായ്.